ഇതൊരു ചോറ്റാനിക്കരയിലേക്കുള്ളൊരു യാത്രയുടെ വീഡിയോ ആണ്. ഇതിലുള്ളത് എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്, ഞാനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ അച്ചു ഉണ്ട് കേട്ടോ. അച്ചു ഈ സമ്മർ വെക്കേഷൻ ആവുകയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. കുറച്ച് ദിവസം സമ്മർ വെക്കേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. 10ാം ക്ലാസ് റിസൾട്ട് വന്നിട്ടാണ്, അവൻ പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവനെയും കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്, ചോറ്റാനിക്കര അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ വർഷവും ഞാനങ്ങനെ പോവാറുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ നാട്ടിൽ ലീവിന് വരുമ്പോഴൊക്കെ ഞാൻ വരാറുണ്ട് കേട്ടോ, ഇവിടെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ മോന് അവിടെ കയറുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ഷർട്ട് ഊരി കൊടുക്കണമല്ലോ, അപ്പോൾ പുറത്തുനിന്ന് എടുക്കുക. പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ അവന് ഭയങ്കര ഈ വണ്ടി കയറി കഴിഞ്ഞാൽ ഇച്ചിരി വിഷമം ഉണ്ടാവും, യാത്ര ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്, അതിൻ്റെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് എല്ലായിടത്തും തൊട്ട് തൊഴുതിട്ട് എൻ്റെ കുഞ്ഞ് കയറുവാണ്. കാരണം ഒരു കുട്ടികളില്ലാതിരുന്ന കാലത്തൊക്കെ ഞാൻ അനുഭവിച്ച വിഷമവും വേദനയൊക്കെ മാറിയത് ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കാം, വിളിച്ചെങ്കിൽ അവനൊന്ന് കൊണ്ടുപോയി എല്ലാ വർഷവും ഒന്ന് കാണിക്കാം എന്നുള്ളൊരു ചെറിയൊരു വഴിപാട് പോലെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എന്നെ എല്ലാ വർഷവും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കൊണ്ടുവന്ന് കാണിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കീഴ്ക്കാവിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കീഴ്ക്കാവിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണല്ലോ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് താഴെ ഒന്ന് പോയിട്ട് അമ്പലക്കുളത്തിലൊക്കെ നോക്കുക, അവിടെ ആമയുണ്ട്, അതുപോലെ മീനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ട് നോക്കിയിരിക്കുക കേട്ടോ. ഈ പ്രായമല്ലേ, അതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സമയമാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾ കീഴ്ക്കാവിൽ ഇറങ്ങി തൊഴുതു. അവിടെ തൊഴുതു കഴിഞ്ഞ് ആലിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെടിവഴിപാടിന് വേണ്ടി വന്ന് കുടുംബൈശ്വര്യത്തിനും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കൊക്കെ വേണ്ടി ഞങ്ങൾ 2 വെടിപാടൊക്കെ കഴിച്ചു. ആ വെടി പൊട്ടുന്ന ഞങ്ങൾ നോക്കി നിൽക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നു ഭഗവതിൻ്റെ നടയിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നടന്നു വന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു ഒരു വല്ലാത്തൊരു, എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സ്ഥലമാണ്. ഒരു കാര്യം അങ്ങ് നേരിട്ട് പോയി പറയാമല്ല, നടയിൽ കൈകൂപ്പി നിന്നാൽ മനസ്സിലുള്ള സങ്കടവും വിഷമമൊക്കെ അങ്ങ് പറന്നു പോലെ അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭഗവതിനെ കണ്ട് തൊഴുതു. പിന്നെ സ്ഥിരം നമ്മൾ മേടിക്കുന്നത് നമ്മുടെ സ്ഥിരം അംഗം, എവിടെ പോലും നമുക്ക് കളിപ്പാട്ടം ഇല്ലാതൊരു പരിപാടിയില്ല. ഞങ്ങളത് കളിപ്പാട്ടമൊക്കെ വാങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന്, പിന്നെ അതിനുശേഷം ഈ ഗ്യാസിൻ്റെ പ്രശ്നം നടക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ എന്തോ കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ചോറ്റാനിക്കര വിശേഷങ്ങൾ.